ഡിപ്പാർട്ട്മെന്റ് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കൈക്കൂലിക്കാരനാ. കാശ് കിട്ടിയാൽ പ്രതികളുടെ സെല്ലിൽ AC-യും TV-യും വരെ വെച്ചു കൊടുക്കുന്ന ആളാ. അയാളെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചത് ഗോപാലനാണെങ്കിൽ അതിന് 2 ഉദ്ദേശങ്ങളുണ്ടാവും. സ്വപ്നയെ സംരക്ഷിക്കുകയും നമ്മളെ ദ്രോഹിക്കുകയും. അതുറപ്പല്ലേ? ഞാൻ സ്മിത VP. ഇന്നു മുതൽ ഇവിടെ ഡ്യൂട്ടി. ഇതും മാഡം അറിഞ്ഞു കാണില്ലല്ലോ അല്ലേ? ജോർജ് സാർ എവിടെ പോയാലും എന്നെയും കൂട്ടും. അദ്ദേഹത്തിന്റെ ആജ്ഞകളൊക്കെ നടപ്പിലാക്കുന്നത് ഈ എളിയവളാണേ. മാഡം ഇപ്പോഴും ട്രാൻസ്ഫറിന്റെ ഷോക്കിലാണല്ലേ? ജോർജ് സാറിന്റെ കാര്യം അങ്ങനാ. എല്ലാം വളരെ പെട്ടെന്നായിരിക്കും. ഈ ജയിലിലെ സൂപ്രണ്ടല്ല, ചില അന്തേവാസികളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് മേലുദ്യോഗസ്ഥന്മാർക്ക് പരാതി കിട്ടി. അതുകൊണ്ടാ ഈ മിന്നൽ സ്ഥലമാറ്റം. ഇനി ഇവിടെ ഒരുത്തിടം കളി നടക്കില്ല. ജോർജ് സാറേ, ഗർജിക്കുന്ന സിംഹ. നിങ്ങൾ എല്ലാവരെയും വരച്ച വരയിൽ സാർ നിർത്തും. എന്തൊരു ബിൽഡപ്പാ! വെറുതെ അല്ല അയാൾ എല്ലായിടത്തും നിന്നെയും കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഇങ്ങനെ തള്ളാനും ഒരാള് വേണമല്ലോ. നിന്റെ ഈ ജോർജ് സാറേ എത്ര കാലം ആ കസേരയിൽ ഇരിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ നോക്കിയിരിക്കത്തേ ഉള്ളൂ മോളെ. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതല്ല ഉള്ളു മോളെ. അപ്പോഴേക്കും എന്നെ പറഞ്ഞു വിടാൻ ധൃതിയായോ? ഇറ്റ്സ് വെരി ബാഡ്. അല്ല, നമുക്ക് കാര്യമായി ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം പോരെ ഈ സ്ഥലമാറ്റമൊക്കെ? അണ്ടർസ്റ്റാൻഡ്? കുറച്ചുകൂടി മാന്യമായി സംസാരിക്കണം. ഇത് വനിതകളുടെ ജയിലാ. പുരുഷന്മാർ എല്ലാവരുമായി ഒരു അകലം പാലിക്കുന്നത് നല്ലതായിരിക്കും. അയ്യോ, എനിക്കതൊന്നും പറ്റുകയില്ല. എല്ലാവരോടും അടുത്തിടപഴകുന്നതാണ് എൻ്റെ ഒരു രീതി, അല്ലേ? പിന്നെ ഈ ജയില് ഇപ്പോ എൻ്റെ നിയന്ത്രണത്തിലാണ്. പിന്നെ എൻ്റെ ജയിൽ എങ്ങനെ നടത്തണമെന്ന് മാഡം ഇപ്പോ എന്നോട് ഉപദേശിക്കണ്ട. ഇനി ഇവരൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. സ്മിതേ, എന്റെ ഓഫീസ് എവിടെയാ? അവിടെയാണ് സർ. ഇവരെയൊക്കെ പറഞ്ഞു വിടാറായില്ലേ? ആ സാധനമൊക്കെ എടുത്തോട്. ഇല്ല സർ, സമയമുണ്ടല്ലോ. പറഞ്ഞു വിട് ഇതിനെയൊക്കെ. ഇവിടെ നിന്നല്ല ഒരുമാതിരി കക്കണ 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 കക്കണ. ആ പൊക്കം നിറഞ്ഞ കൊച്ചിനെ ഒന്ന് നോട്ടോട്ടേരെ, അവള് കൊള്ളാം. ഇയാള് വിചാരിച്ചതിലും വലിയ പ്രശ്നക്കാരനാ. അയാളുടെ നോട്ടം തന്നെ ശരിയല്ല. എനിക്ക് എന്തോ പോലെ തോന്നി. നീ സൂക്ഷിക്കണം കമ്മേ.
ഇനി രക്ഷിക്കാൻ ഞാനിവിടെ ഉണ്ടാവില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ പേടിക്കണ്ട. അധികം വൈകാതെ നീ തിരിച്ചെത്തും. നീ വാ, പുറത്തു വരെ ഞാനും വരാം.